ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ലുഗാനോ പട്ടണത്തിൻ്റെ സെൻട്രലിൽ നിന്നും നമ്മൾ താമസിക്കുന്ന പാരഡീസോ എന്നുള്ള സ്ഥലത്തെ ഒരു നഗരഹൃദയത്തിൽ നിന്ന് ഏതാണ്ട് 1.7 കിലോമീറ്റേഴ്സ് ദൂരെയാണ് ഈ പാരഡീസോ എന്ന് പറഞ്ഞ സ്ഥലം. പാരഡീസോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോട്ടൽ ഡിഷ്മായിലാണ് നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ബസ്സിൽ വേണം യാത്ര ചെയ്യാൻ വേണ്ടി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലുഗാനോയിലൊന്നും ട്രാമില്ല. സ്വിറ്റ്സർലൻഡിൻ്റെ മറ്റ് ടൗണുകളിലെ പക്ഷേ ഇത് ലുഗാനോ നമ്മുടെ ഇറ്റാലിയൻ സൈഡിലുള്ള ലുഗാനോ ലൊക്കാർണയൊക്കെ ഇറ്റാലിയൻ സൈഡിലുള്ള പട്ടണങ്ങളാണ് സ്വിറ്റ്സർലൻഡിൻ്റെ. പക്ഷെ അവിടെ ഒന്നും ട്രാമുകളില്ല. ഇതാണ് ശരിക്കും പിന്നെ കാണുന്ന ലുഗാനോ എന്ന് പറഞ്ഞ എഴുതി ആ ഒരു ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന അതാണ് ഈ പറഞ്ഞ സ്ഥലം, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇത് നമ്മൾ ആ സെൻട്രൽ അതിൻ്റെ ആ പച്ച വര കാണുന്ന ആ റൂട്ടിലാണ് നമ്മൾ അവിടെ നിന്ന് ബസ്സിന് ഇങ്ങോട്ട് സഞ്ചരിക്കേണ്ടത്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഇറ്റലിയിൽ നിന്ന് വരുമ്പോഴത്തേനും റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് ലുഗാനോ സെൻട്രലിൽ ഇറങ്ങി അവിടെ നിന്ന് ആ പച്ച വര കാണുന്ന ആ റൂട്ടിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇത് തന്നെ ഇവിടെയാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലാണ് റെയിൽവേ സ്റ്റേഷനും അങ്ങോട്ടുള്ള ബസ് കിട്ടുന്ന സ്ഥലം കാണുന്നത്. നമുക്കിവിടെ വന്ന് ഇനി ബസ്സിൽ കയറി നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ ബസ് വരുന്ന കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ സ്വിസ് പാസ് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ബസ്സിനും നമ്മുടെ ഈ ദിവസത്തെ ബസ്സിന് ട്രെയിന് ബോട്ട് അതിനൊന്നും നമുക്ക് വേറെ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. സ്വിസ് പാസ് നമ്മൾ 15 ദിവസം എടുത്തിട്ടുണ്ട്. അപ്പം 15 ദിവസം നമുക്ക് ഈ 3 മോഡിലുള്ള ട്രാൻസ്പോർട്ടിൽ എവിടെ വേണേലും കയറാം. നമ്മൾ ബസ്സിൽ കയറി പതിയെ ബസ് അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. സൈഡിലെല്ലാം മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും കടകളും മൈഗ്രോസ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. ഇങ്ങനെയുള്ള കടകളെല്ലാം പല കടകൾ ഇവിടെ ഇഷ്ടംപോലെയുണ്ട്. കടകളും അതിൻ്റെ ഇടവഴിയെല്ലാം പച്ചപ്പുള്ള ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല വണ്ടികൾ കുറേ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അതിനെല്ലാം ഇടയിൽ മരങ്ങളുണ്ട്. മരങ്ങളെല്ലാം ചിലതെല്ലാം ഇല പൊഴിച്ചിട്ട് തളർത്തിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലതൊന്നും ഇലയില്ല, തളർത്തോട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ചിലതെല്ലാം നന്നായിട്ട് തളർത്തിട്ടുണ്ട്. ചിലതിൽ പൂക്കളുണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു തണുപ്പ് മാറി ഇപ്പം ഈ തളർത്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞാൽ ഏപ്രിൽ 14 ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ വൈകിട്ട് നമ്മൾ ടൗണിലൊന്ന് നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി ഒന്ന് പോകും. തിരിച്ചു വന്ന് ഹോട്ടലിൽ കിടന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നഗരഹൃദയത്തിൽ വന്നിട്ട് വേണം നമുക്കവിടെ പിന്നെ ലഗേജ് റെയിൽവേ സ്റ്റേഷനിൽ ലോക്കറി വെച്ചിട്ട് പോകാമെന്ന് കരുതുന്നു. എന്ന് വെച്ചാൽ തിരിച്ച് നമ്മൾ വീണ്ടും ഹോട്ടലിൽ പോകേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് ഞങ്ങൾക്കിനി വൈകിട്ട് ട്രെയിനിലാണ് ലൊക്കാർണയ്ക്ക് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കരുതുന്നു. നാളത്തെ ഞങ്ങളുടെ പ്രോഗ്രാംസ് പിന്നെ സ്വിസ് മിനിയേച്ചർ എന്നുള്ള സ്ഥലം കാണുക. അത് 14,000 ചതുരശ്ര വിസ്തൃതിയുള്ള ഒരു തുറന്ന പാർക്കാണ്. സ്വിസിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. വീടുകൾ, കോട്ടകൾ, സ്മാരകങ്ങൾ എന്നിങ്ങനെ 128 മോഡൽസ് അവിടെ 1:25 സ്കെയിലിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് മൗണ്ട് ബ്രേ എന്ന് പറഞ്ഞ് ആ മലയിൽ കയറണം. അവിടെ കയറി അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മൗണ്ട് ബ്രേ എന്ന് പറയുമ്പോൾ നമ്മൾ 271 മീറ്ററാണ് നമ്മുടെ ഈ ലുഗാനോ സെൻട്രലിലുള്ള സമുദ്രത്തിൽ നിന്നുള്ള പൊക്കം എന്ന് പറയുന്നത്. മൗണ്ട് ബ്രേ എന്നുള്ളതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 925 മീറ്ററാണ്. അപ്പോൾ അത്രയും ഒരു ഹൈറ്റിലേക്ക് ഫാണിക്കുലാർ കയറി അവിടെ കാണുന്നുള്ള പിന്നെ ഈ ലുഗാനോ പിന്നെ മലകളും പിന്നെ അവിടുത്തെ ലേക്കും എല്ലാം ആസ്വദിച്ച് തിരിച്ചു വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന ലേക്കിൽ 2 മണിക്കൂർ ബോട്ട് യാത്ര നടത്തി അത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ട്രെയിനിൽ അവിടുന്ന് ലൊക്കാർണയ്ക്ക് തിരിക്കുക എന്നുള്ളതാണ് നാളത്തെ നമ്മുടെ പരിപാടികൾ. അപ്പോൾ ഇന്ന് നേരെ നമ്മളിപ്പം പിന്നെ നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇടയ്ക്ക് സ്റ്റോപ്പുണ്ട്, ആളുകൾ സ്റ്റോപ്പിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. നിറയെ കടകളാണ്, മുഴുവൻ ഓരോ ബിൽഡിങ്ങുകളും കടകളും ഒക്കെയാണ് ഈ പോകുന്ന വഴി നീളെ. മിക്കവരുടെയും ഇതിൻ്റെ ജനലുകളിലെല്ലാം അവർ ഫ്ലവേഴ്സ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. വണ്ടി ഒരു സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. ആൾക്കാർ ഇറങ്ങി കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിൽ ബസ്, ട്രാം, ട്രെയിൻ യാത്രകളൊക്കെ വളരെ ആൾക്കാർ കൂടുതലും ഈ അവരുടെ പേഴ്സണൽ വെഹിക്കിൾ എടുക്കാതെ ഇതിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ഇവിടെ എല്ലാം നിരനിര ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. മുഴുവൻ കടകളാണ്. സ്വിസ് പോലീസ് 2 പേര് നിൽപ്പുണ്ട്, ഒരു വണ്ടിയും കിടപ്പുണ്ട്. ഇവിടുത്തെ കടകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടകളുടെ എല്ലാം മുൻവശത്തോട് കോമൺ ആയിട്ട് നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാസേജ് എല്ലായിടത്തും കാണുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അവരുടെ ബിൽഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് മഴ നനയാതെ ഫ്രണ്ടിൽ ഒരു 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 ഓൾമോസ്റ്റ് ഒരു 10 ഫീറ്റ് വീതിയിൽ എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ ആ ഒരു ബിൽഡിങ്ങിന് മൊത്തം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാവുന്ന രീതിയിലാണ് ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനോട് ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇടയ്ക്ക് എവിടെയൊക്കെ ശാലം ഗ്യാപ്പുണ്ടോ അവിടെ എല്ലാം ചെടികളും മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികൾ, പല കളറിലുള്ള ഇലകളും, അതൊക്കെ വളരെ മനോഹരമാണ്. ഇവിടെ എല്ലാം വഴി സൈഡുകളിലെല്ലാം ഇതുപോലെ മരങ്ങളുണ്ട്, പച്ചപ്പുണ്ട്, നല്ല പച്ചപ്പുണ്ട്. അത് ഇലകളൊക്കെ പല കളറുകളാണ്. അപ്പോൾ ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. വലിയ കടും കളർ പെയിൻറ്റിങ്ങുകളില്ല ബിൽഡിങ്ങിന്. എല്ലാം ഓൾമോസ്റ്റ് ഒരേ കളറുകളാണ് മിക്ക ബിൽഡിങ്ങുകളും പെയിൻ്റ് അടിച്ചിരിക്കുന്നതിന് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ആ സ്റ്റോപ്പിലിറങ്ങി നമ്മൾ ഹോട്ടലിൽ പോയി. ഇനി നമ്മൾ കാണാൻ പോകുന്ന നമ്മൾ തിരിച്ച് ലുഗാന സെൻറ്ററിൽ ചെന്നിട്ട് ആ പച്ച കൊടുത്തിരിക്കുന്ന സ്ഥലം, അപ്പം നമ്മൾ നേരെ ആ ലേക്കിൻ്റെ സൈഡിലേക്ക് പോവുക. അവിടുത്തെ ലേക്കിൻ്റെ അവിടുത്തെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ടൗണിൻ്റെ ഹൃദയഭാഗത്തെത്തി. ഇവിടെ നമ്മൾ ആ താഴോട്ട് കാണുന്ന സ്ഥലം വഴിയാണ്, അങ്ങോട്ട് കുത്തിറക്കമാണ്. ആൾക്കാരൊക്കെ അങ്ങോട്ട് നമ്മൾ ഇറങ്ങിപ്പോവാം, പക്ഷെ തിരിച്ചിങ്ങോട്ട് കയറുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല കുത്തുകയറ്റമുണ്ട്. ഇപ്പോൾ ഫണിക്കുലറുണ്ട്. നമ്മൾ തിരിച്ച് ഫണിക്കുലറിൽ പോരണമെന്ന് കരുതുന്നു. അങ്ങോട്ട് ഇതിപ്പോൾ നമ്മൾ മുമ്പേ കണ്ട സ്ഥലമാണ്. അത് പകൽ കണ്ടത്. ഇതിപ്പോൾ രാത്രി നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ആ നഗരത്തിൽ നമ്മൾ ഇവിടെയാണ് നമ്മുടെ റെയിൽവേയുടെയും ബസ്സിൻ്റെയൊക്കെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് വന്ന് ആ നഗരഹൃദയത്തിൽ ഇറങ്ങി അവിടെ കാണുന്ന ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആ താഴെ ആ ലൈക്കും അതിൻ്റെ മുകളിലൊക്കെയുള്ള വീടുകളിൽ നിന്നൊക്കെയുള്ള
കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ഓഫീസുകളോ പിന്നെ ഹോട്ടൽസോ അങ്ങനെയുള്ളതൊക്കെ ആകാം. എല്ലാം അവിടെ നിന്നൊക്കെയുള്ള ലൈറ്റ്സാണ് നമ്മൾ കാണുന്നത്, ദൂരെ കാണുന്നത്. അത് ആ തടാകത്തിൻ്റെ അപ്പുറത്തെ കരയിൽ ഉള്ള ബിൽഡിങ്ങുകളാണ്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള. നമ്മളത് കഴിഞ്ഞ് നടന്ന് തടാകക്കരയിൽ വന്നു. തടാകക്കരയിൽ ഇരുന്നാണ് നമ്മളിപ്പം തടാകക്കരയിൽ നിന്നാണ് ഇപ്പോൾ ഇതെടുക്കുന്നത്. തടാകക്കരയിൽ നിന്നുള്ള എല്ലാം മൊത്തം കെട്ടിടങ്ങളിലെ ഉള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. മുകളിൽ ഒരു പൊട്ടുപോലെ കാണുന്നുണ്ട്. അത് ആ ഒരു മലയുടെ മുകളിലേക്കുള്ള ഇവിടെ നിന്നുള്ളൊരു പർട്ടിക്കുലർ റൂട്ടിലാണ് അതാ കാണുന്നത്. പിന്നെ ഈ സൈഡിലേക്കുള്ള ഇപ്പുറത്തുള്ള കെട്ടിടങ്ങളും അവിടെ നിന്നുള്ള ലൈറ്റുകളൊക്കെയാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും ഇവിടുത്തെ ഈ ലേക്കിലെ പിന്നെ വെച്ചാൽ ഓളങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള തീരെ കുറവാണ്. അതേസമയം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ വളരെ പിന്നെ ഒച്ചയും ബഹളവും ഒന്നുമില്ല. അതേസമയം നമ്മുടെ പിന്നെ കുമരകത്തെയൊക്കെ ഇതിൻ്റെ ലേക്കിൻ്റെ സൈഡിലുള്ള ആ കൽക്കെട്ടുകളും ആ പടവുകളിലൊക്കെ നമ്മൾ ഇരുന്നാൽ വൈകിട്ട് ഇതുപോലുള്ളൊരു സമയത്ത് ഇരുന്നാൽ വെള്ളം ഇങ്ങനെ ആർത്തലച്ച് നമ്മളിങ്ങോട്ട് പിന്നെ ഓളം ഈ കൽക്കെട്ടിനിടയിലേക്ക് വന്ന് അടിച്ചു കഴിയുമ്പോൾ ഉള്ള ആ ഒച്ചയൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റാണ്. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ പിന്നെ കുമരകത്തെ ജോൺസൺ എന്ന് പറഞ്ഞ ജോൺസൻ്റെ സുഹൃത്ത് അപ്പണ്ണൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അപ്പണ്ണൻ്റെ ഈ പറഞ്ഞ പോലെ അപ്പണ്ണനൊരു ഫുഡ് ഇങ്ങനെ ഈ കായലിൻ്റെ ആ കരയിൽ അവർ അറേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇയർലി ഓരോരുത്തർക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊമോഷൻ കിട്ടുമ്പം അപ്പോൾ അവരുടേതായിട്ടുള്ള ചിലവിന് ഞങ്ങൾ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴത്തേനും അവിടെ ചെല്ലും. ഒരു 7:30, 8 വരെയും അവിടെ ഇരുന്ന് ഇതിൻ്റെ ഈ ഓളം വന്ന് അടിക്കുമ്പോഴുള്ള വെള്ളം വന്ന് ഈ കല്ലിനിടെ വന്ന് അടിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒച്ചയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പോരുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല ആസ്വദിക്കുക. ഇവിടെ ഇപ്പം നമുക്ക് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് വളരെ ഒരു ഒച്ചയും ബഹളമൊന്നുമില്ല, വളരെ ശാന്തമായിട്ട് കിടക്കുന്ന വെള്ളമാണ് നമ്മൾ ഇവിടുത്തെ കായലിൽ കാണുന്നത്. ഓളം വെട്ടോ അങ്ങനെ കാറ്റില്ലാഞ്ഞുകൊണ്ടായിരിക്കാം എന്താണോ വളരെ ശാന്തമായിട്ടുള്ള ഇതാണ് വെള്ളം. വേറെ ഒച്ചയും ബഹളമൊന്നുമില്ല. ഇതിനെ കഴിഞ്ഞൊക്കെ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ കുമരകത്തൊക്കെ വൈകിട്ടത്തെ കായൽക്കരയിലിരുന്നുള്ള നമ്മുടെ ആ ഒരു ആസ്വാദനമാണ് ഇതിനെ കഴിഞ്ഞും എനിക്ക് നന്നായിട്ട് തോന്നിയത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ കുമരകത്തെ എന്ന് പറഞ്ഞാൽ നാച്ചുറലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മുഴുവൻ എല്ലാം ബിൽഡിങ്ങുകളും മൊത്തം അതുപോലെ തന്നെ ഹോട്ടൽസും എല്ലാം ഉണ്ട്. നമ്മൾക്ക് ഹോട്ടലിലൊക്കെ പോയി ഇത് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പിന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറുന്നതിന് പകരം നമ്മളവിടെ ഈ കോപ്പെന്നൊക്കെയുള്ള അതുപോലെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്ന് അവിടുത്തെ ഈ ഏറ്റവും കുറഞ്ഞ ഓഫറുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ റെഡിമിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. നല്ല നമ്മൾ ഇവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറിയാൽ കോസ്റ്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും, നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതലായിരിക്കും. അപ്പോൾ ലോ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയാലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഭയങ്കര ഒരു ടൗണാണ്. ആ ടൗണിൻ്റെ ഓളത്തിൽ നമുക്കിങ്ങനെ ഇരിക്കാം. അതാണ് അതിനകത്തുള്ള ഒരു പ്രത്യേകത. നമ്മുടെ ബെനീസ് വ്ലോഗ്സിൻ്റെ ബെനീസ് വ്ലോഗ്സ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ പരിപാടി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന അടുത്ത വീഡിയോസ് ഒന്ന് സ്വിസ് മിനിയേച്ചർ എന്നുള്ള സ്വിറ്റ്സർലൻഡിലെ മിക്ക പട്ടണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. അത് നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ നമ്മൾ മൗണ്ട് ബ്രേ എന്നുള്ള ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് നമ്മൾ ഈ തടാകത്തൊക്കെ വ്യൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പിന്നെ ലേക്ക് വഴി ഒരു ബോട്ടിംഗ് ഉണ്ട്. അതാണ് ഇനി നാളത്തെ പരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.